إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم إذ قال له ربه أسلم قال أسلمت لرب العالمين اتقوا الله عباد الله. ആഘോഷവേളകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കൃത്യമായും പാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്നും ദീനിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ഈദ് ആഘോഷിക്കാൻ ഏറെ ശ്രദ്ധിക്കണമെന്നും വളരെ ഗൗരവപൂർവം എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുന്നു. ലോക മുസ്ലിങ്ങൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന ആനന്ദവേളയിലാണ്. ഇസ്ലാമിന്റെ ആഘോഷങ്ങൾ ഇതര ആഘോഷങ്ങളിൽ നിന്നും ഏറെ സവിശേഷതയുള്ള പ്രത്യേകതയുള്ളതാണ്. അവിടെ ആർപ്പുവിളികളോ പരസ്പരമുള്ള പോരുവിളികളോ അശ്ലീല സംസാരങ്ങളോ ദീനിന്റെ ചട്ടക്കൂട്ടിൽ നിന്ന് പുറത്തു കിടക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളോ കാണുകയില്ലെന്ന് മാത്രമല്ല, കൂടുതൽ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനാണ്, അവന്റെ നാമങ്ങൾ സ്മരിക്കാനാണ്, അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം ഉറക്കെ ഉറക്കെ വിളിച്ചു പറയാനാണ് പ്രത്യേകമായി നമ്മുടെ ഈദ് വേളകൾ വരെ ഉപയോഗപ്പെടുത്തുവാൻ ദീൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിശ്വാസ ദൃഢീകരണത്തിനുള്ള
വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുവാനുള്ള ഒരു വേദിയായി, സന്ദർഭമായി ആരാധനാ വേളകളെ, ആഘോഷവേളകളെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ 4000 വർഷം മുമ്പ് ഇറാഖിലെ ബാബിലോണിയ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ജനിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ എല്ലാ ദിവസവും അനുസ്മരിക്കുകയും ലോകത്തറിയപ്പെട്ട 3 മതവിഭാഗങ്ങളും ഞങ്ങൾ ഇബ്രാഹിമിന്റെ ആളുകളാണ് എന്ന് പറയാൻ മാത്രമുള്ള വലിയ നേതാവായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാറുകയും ചെയ്തതിന്റെ പിന്നിലുള്ള ചരിത്രമാണ് ഈ ഒരു വേളയിൽ നമ്മൾ അനുസ്മരിക്കുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ ഇത്രമേൽ മഹാനാക്കിയത്, അദ്ദേഹത്തെ ഇത്രമേൽ വലിയ ഒരു ചരിത്ര പുരുഷനാക്കി മാറ്റിയത് എന്താണ് എന്ന് വിശുദ്ധ പ്രമാണങ്ങൾ, ചരിത്രങ്ങൾ പരതിയാൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അത് ചുരുക്കി വിവരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു തആല പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വാചകം, ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ ബാധ്യതകൾ പരിപൂർണമായും നിർവഹിച്ച വ്യക്തിയാണ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ള, ചുമതലപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അതിഭംഗിയായി, അതിമനോഹരമായി നിർവഹിച്ചിട്ടുള്ള ഒരു മഹാനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം വഴിവെട്ടി കാണിച്ചു തന്നിട്ടുള്ള, അദ്ദേഹം നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുള്ള, അദ്ദേഹത്തിന്റെ ജീവിതം അനുധാവനം ചെയ്യാൻ, അതിനെ അനുകരിക്കാൻ, അതിനെ പിന്തുടരാനാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വരെ വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന താങ്കൾ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചര്യയെ അനുധാവനം ചെയ്യണമെന്നാണ്. എന്നല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യയെ അനുധാവനം ചെയ്യാൻ ആവശ്യപ്പെടുകയും അതിന് പുറംതിരിഞ്ഞു നിൽക്കുന്നവൻ, അതിനെ വേണ്ടെന്ന് വെക്കുന്നവൻ സ്വയം വിഡ്ഢികളുടെ വേഷം ധരിക്കുന്നവനാണ്, സ്വയം വിഡ്ഢിയാകുകയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബിയുടെ ചര്യയിൽ നിന്ന് മാറി നിൽക്കുന്നതിനോട് വിമുഖത കാണിക്കുന്ന ആളുകളെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. സ്വയം വിഡ്ഢിവേഷമണിയുന്നവൻ, അവന് മാത്രമേ ഇബ്രാഹിം നബിയുടെ ചര്യയിൽ നിന്ന് മാറി നിൽക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ വിളംബരം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചെറിയ മുഖപുരയിൽ നിന്ന് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്തുകൊണ്ട് ഇത്രമേൽ അനുസ്മരിക്കപ്പെടുന്നു എന്നതിന്റെ ഉത്തരം നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ മുഴച്ചു നിൽക്കുന്നത്, ഏറ്റവും കൂടുതൽ മുഴച്ചു നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ സമർപ്പിത ജീവിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് കൽപ്പിച്ചാലും അത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ഉജ്ജ്വല മാതൃകയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, അദ്ദേഹത്തോട് തന്റെ റബ്ബ് പറഞ്ഞ സന്ദർഭം ഓർക്കുക, എപ്പോഴും ഓർക്കണം. ഒരു പെരുന്നാൾ ദിനത്തിൽ, ഒരു ബലിപെരുന്നാൾ സുദിനത്തിൽ മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർവഹിച്ചിട്ടുള്ള ത്യാഗോജ്ജലമായ ജീവിതം ദിനംപ്രതി നമ്മൾ ഓർക്കണം. നമ്മുടെ ആരാധനയിൽ തന്നെ ഇബ്രാഹിം, നമസ്കാരത്തിൽ തന്നെ ഇബ്രാഹിം നബിയെ അലൈഹിസ്സലാമിനെ നമ്മൾ ഓർക്കാത്ത ദിനങ്ങളിൽ, അത് ഓർക്കാതെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താകുന്ന നമസ്കാരം പോലും അസ്വീകാര്യമായി മാറും. അതുപോലും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നിങ്ങൾ ഓർക്കണം. അത് ഓർക്കുന്നതിനെ സംബന്ധിച്ച് അതിനെ ഓർക്കാൻ വിവിധയിടങ്ങളിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്.
അതിന്റെ ഒരു ഭാഗം കൂടിയാണിത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് തന്റെ രക്ഷിതാവ് പറഞ്ഞ സന്ദർഭം, അസ്ലിം, താങ്കൾ കീഴൊതുങ്ങുക, സമർപ്പിക്കുക എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞപ്പോൾ അതിന്റെ പ്രത്യുത്തരമായി, പ്രതികരണമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത് ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനിതാ ഞാൻ സർവ്വതും സമർപ്പിച്ചിരിക്കുന്നു. സമർപ്പണത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്രയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതമെന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു തആല എന്ത് പറഞ്ഞുവോ അത് അപ്പടി അനുസരിക്കുക. ഒരു സാക്ഷാൽ മുസ്ലിമായി, പരിക്ക് പറ്റാത്ത ഒരു മുസ്ലിമായി അദ്ദേഹം നമ്മുടെ മുമ്പിൽ ജീവിതം കാണിച്ചു തന്നിട്ടുണ്ട്. ആ രീതിയിൽ നമ്മളായി മാറുക എന്നാണ്. ഓരോന്നും നമുക്ക് ചുരുങ്ങിയ നിനക്ക് പരിശോധിച്ച് നോക്കാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല തന്റെ മക്കളെ, തന്റെ കുടുംബത്തെ, ഭാര്യയെയും മകനെയും മക്കയാകുന്ന വിജനപ്രദേശത്ത് ആളൊച്ചയില്ലാത്ത, കാലൊച്ച കേൾക്കാൻ കഴിയാത്ത, ജലമില്ലാത്ത, ജനവാസമില്ലാത്ത, ഒരു തുള്ളി വെള്ളവും പോലും ഇല്ലാത്ത പാറ നിറഞ്ഞ പാറക്കാട് എന്ന് പറയാവുന്ന, മലകളുടെ കാട് എന്ന് പറയാവുന്ന പ്രദേശത്ത് കൊണ്ടുപോയി അവിടെ വിട്ടേച്ചു പോകാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല ആവശ്യപ്പെടും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ഭാര്യ ഹാജറിനെയും കൈക്കുഞ്ഞാകുന്ന ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും ഈ പ്രദേശത്താക്കിയിട്ട് അദ്ദേഹം തിരിച്ചു പോകുകയാണ്. ആ സമയത്ത് ഹാജർ എന്ന് പറയുന്ന മഹദി അലൈഹിസ്സലാം അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, ആൾപ്പാർപ്പില്ലാത്ത, ആളൊച്ചയില്ലാത്ത, ജനവാസമില്ലാത്ത ഈ പ്രദേശത്ത് എന്നെയും ഈ കൈക്കുഞ്ഞിനെയും ഇട്ടേച്ച് പോകാൻ അല്ലാഹു പറഞ്ഞിട്ടാണോ നിങ്ങൾ അത് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അതെ, അല്ലാഹുവിന്റെ കൽപ്പനയാണ്, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഞാനത് ചെയ്യുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രതികരണം കേട്ടപ്പോൾ അതിനോട് മഹദി പ്രതികരിച്ചത്, അങ്ങനെയാണെങ്കിൽ ഒന്നും ഭയപ്പെടാനില്ല എന്നാണ്. എല്ലാം അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് ആ കൈക്കുഞ്ഞുമായി അവിടെ മരുഭൂമിയിൽ കഴിയുകയാണ്. ഇതാണ് സമർപ്പണത്തിന്റെ ഏറ്റവും അത്യുജ്വലമായ മാതൃക. ഈ കൈക്കുഞ്ഞുമായി ഈ മരുഭൂമിയിൽ ഞാൻ എങ്ങനെ കഴിയും? എന്റെ കുഞ്ഞിനുള്ള ഭക്ഷണം, എന്റെ ഭക്ഷണം, ഈ കുഞ്ഞിനെ മുലയൂട്ടാൻ എനിക്ക് ആഹാരം കഴിക്കേണ്ടതുണ്ട്, അതിന് മതിയായ ആഹാരം എവിടെ നിന്ന് ലഭിക്കും എന്നൊരു ചിന്ത പോലും, ഒരു നിമിഷാർദ്ധം പോലും ആ മഹദിയുടെ മനസ്സിലൂടെ കടന്നുപോയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരമാണ് എങ്കിൽ അവൻ നമ്മെ കഴിയുകയില്ല എന്ന അടിയുറച്ച വിശ്വാസം ആ മഹദിയിൽ ഉണ്ടായിരുന്നു. ഈ ഒരു വിശ്വാസമാണ് നമ്മുടെയും ജീവിതത്തിൽ കടന്നു വരേണ്ടത്. ആ ഒരു വിശ്വാസം രൂഢമൂലമാക്കാനാണ് ഇത്തരം സന്ദർഭങ്ങൾ നാം ഉപയോഗപ്പെടുത്തേണ്ടത്. ഈ സന്ദർഭത്തെ അനുസ്മരിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, റബ്ബനാ ഇന്നി അസ്കന്തു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാ. അല്ലാഹുവേ, എന്റെ സന്തതികളിൽ നിന്ന് ചിലരെ ഞാനിതാ ഈ കൃഷിയില്ലാത്ത ഈ താഴ്വരയിൽ വിട്ടേച്ച് ഞാൻ പോകുന്നു. നിന്റെ ഭാവിയിൽ ഉയർന്നു വരാനിരിക്കുന്ന ബൈത്തുൽ മുഹറമിന്റെ അടുക്കൽ. എന്തിനാണത്? അതിലേറ്റവും പ്രധാനം ലിയുഖീമുസ് സ്വലാ. ഇബ്രാഹിം അലൈഹിസ്സലാം പറയാൻ, അവർ നമസ്കാരം നിലനിർത്താൻ, നമസ്കാരവുമായി അവർക്ക് ബന്ധമുണ്ടാകാൻ എന്നതാണ് അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യം. ഇവിടെയാണ് സമർപ്പണത്തിന്റെ, ത്യാഗത്തിന്റെ ഉജ്ജ്വലമായ ഒരു ഏട് നമുക്ക് കാണാൻ പറ്റുന്നത്. രണ്ടാമതായി, ഈ കുഞ്ഞ് വളർന്ന് വലുതായപ്പോൾ, വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫലമ്മാ ബലഗ മഅഹു സഅയ, ഇസ്മായിൽ വളർന്ന് തന്റെ പിതാവിന്റെ കൂടെ അധ്വാനിക്കാനും പണിയെടുക്കുവാനും ഒക്കെയുള്ള ഒരു പ്രായമെത്തിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അടുത്ത പരീക്ഷണം. ഇബ്രാഹിം നബിയോട് അല്ലാഹു തആല സ്വപ്നത്തിലൂടെ വഹി നൽകിയിട്ട് അറിയിച്ചു, നിന്റെ മകന്റെ കഴുത്തിൽ കത്തി വെക്കണം.
അത് മകനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെന്നു അഭിപ്രായം ചോദിക്കണം. യാ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ. മോനെ, നിന്നെ അറുക്കാൻ എനിക്കിത് അല്ലാഹു തആല സ്വപ്നത്തിലൂടെ സന്ദേശം വഹി നൽകിയിരിക്കുന്നു. നിന്റെ അഭിപ്രായം എന്താണ്? ഈ ചോദ്യത്തിന് മകൻ നൽകുന്ന മറുപടി ഖാല യാ അബത്തി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിച്ചുകൊള്ളൂ, ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ എന്നെ താങ്കൾക്ക് കാണാം എന്നാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം അതിന് പ്രത്യുത്തരമായി നൽകിയത്. ഒരു സമർപ്പിത കുടുംബത്തിന്റെ ജീവിതമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മകനെ അറുക്കാൻ മിനയിലേക്ക് അണിഞ്ഞൊരുക്കി പറഞ്ഞയക്കുന്ന ഹാജറ അലൈഹിസ്സലാമിയുടെയും അതിന് നിന്നുകൊടുക്കുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും അറുക്കാൻ സന്നദ്ധനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഒരു ചെറിയ കുടുംബം ത്യാഗത്തിന്റെ ഏറ്റവും അത്യുജ്വലമായ മാതൃകയായി മാറിയ ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മോട് അല്ലാഹു തആല പറയുന്നത്, പ്രത്യേകിച്ച് ഒരു വേളയിൽ നമ്മോട് ആവശ്യപ്പെടുന്നത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലെ ഒരു രക്ഷിതാവാകാൻ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ പോലെ ഒരു മകനായി മാറാൻ, ഹാജറയെ പോലെ ഒരു കുടുംബിനിയായി മാറാൻ നിങ്ങൾ സന്നദ്ധരാണോ എന്നാണ്. ഇതാണ് ബലിപെരുന്നാൾ ഉറക്കെ നമ്മോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം കൃത്യമായി മനസാക്ഷിയെ വഞ്ചിക്കാതെ അതേ എന്നുത്തരം പറയാൻ കഴിയുന്നിടത്താണ് നമ്മുടെ പെരുന്നാൾ സാക്ഷാൽ പെരുന്നാളായി മാറുന്നത്. അതല്ലെങ്കിൽ കേവലം ഇതൊക്കെ വെറും ചടങ്ങുകളാണ്, വെറും മധുര വ്യായാമമാണ്. നമ്മൾ ചെല്ലുന്ന ദിക്റുകൾ, നമ്മൾ ഉരുവിടുന്ന മന്ത്രങ്ങൾ, അതൊക്കെ കേവലം ചടങ്ങുകളായി, അതര ചുണ്ടിനുള്ള ഒരു വ്യായാമമായി, നമ്മുടെ ദന്തനിരകളിൽ നിന്ന് വരുന്ന കേവല ദിക്റുകളായി അത് മാറുന്നു. ദിക്റുകൾ വരേണ്ടത് നമ്മുടെ പല്ലിന്റെ നിരകളിൽ നിന്നല്ല, മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നാണ്, ഇടനെഞ്ചിൽ നിന്നാണ് അത് പുറപ്പെടേണ്ടത്. ഇടനെഞ്ചിൽ നിന്ന് പുറപ്പെടുന്ന ദിക്റുകൾ, ഇടനെഞ്ചിൽ നിന്ന് പുറപ്പെടുന്ന കലിമത്തു തൗഹീദ്, ഇടനെഞ്ചിൽ നിന്ന് പുറപ്പെടുന്ന മന്ത്രങ്ങൾ, ഈ മന്ത്രമാണ് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ എന്ന് വളരെ കൃത്യമായി ദീൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തനിക്ക് കിട്ടിയ ഈ സത്യസന്ദേശം ഒരു സ്വകാര്യ സ്വത്തായി അദ്ദേഹം സൂക്ഷിച്ചു വെച്ചില്ല. അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. തന്റെ കുടുംബത്തിൽ നിന്നും ആരംഭിച്ചു. വിഗ്രഹാരാധകനും വിഗ്രഹ വിൽപ്പനക്കാരനുമായ തന്റെ പിതാവിൽ നിന്നും ആ ദഅവത്ത് അദ്ദേഹം ആരംഭിച്ചു. പൊന്നു പിതാവേ, നിങ്ങൾ ആരാധിക്കുന്ന ഈ വിഗ്രഹങ്ങൾ, ഈ പ്രതിമകൾ, അവക്കൊരു ഉപകാരോപദ്രവം ചെയ്യാൻ സാധ്യമല്ല. നിങ്ങളുടെ വിളി കേൾക്കാൻ പറ്റില്ല. നിങ്ങളുടെ ആവലാദികളും വേവലാദികളും കേട്ട് പരിഹരിക്കുവാൻ സാധ്യമല്ലാത്ത കേവലം അചേതന വസ്തുക്കളാണിവ. ഇവിടെ മുമ്പിൽ നിങ്ങൾ പ്രണാമമർപ്പിക്കുന്നത്, സാഷ്ടാംഗരായി വീഴുന്നത്, അത് ശൂന്യമായ വേലയാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിനെ ബോധ്യപ്പെടുത്തി. വളരെ മാന്യമായി അക്കാര്യങ്ങൾ പിതാവിനെ ബോധ്യപ്പെടുത്തി. പിതാവ് അതിനോട് എതിരായി. അദ്ദേഹം അവിടെ നിന്ന് നാട്ടുകാരിലേക്ക് ഇറങ്ങി, നാടിനെ ദീനിലേക്ക് ക്ഷണിച്ചു. അവിടെ നിന്നില്ല, ദർബാറിൽ വരെ എത്തി. വീട്ടിൽ നിന്ന്, നാട്ടിൽ നിന്ന് ദർബാറിൽ വരെ, നമ്രൂദിന്റെ കൊട്ടാരത്തിൽ വരെ പോയി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ലോകം കേട്ടിട്ടുള്ള ഏറ്റവും വലിയ വിമോചന മന്ത്രം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ ദർബാറിൽ മുഴക്കി. നമ്രൂദിനോട് നിഷേധാത്മകമായ പ്രതികരണമാണ് നമ്രൂദിൽ നിന്നുണ്ടായത്. വധഭീഷണിയുണ്ടായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കൊല്ലാനൊരുങ്ങുന്ന സന്ദർഭമുണ്ടായി. പക്ഷേ ഈ വേളകളിലൊന്നും, ഈ പ്രതിസന്ധിയുടെയും ഈ ദുരന്തത്തിന്റെയും മുമ്പിലൊന്നും പതറാതെ ഉറച്ചു നിൽക്കാൻ, ഉറച്ച പാദങ്ങളോടെ ദർബാറിലും അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കാൻ സാധിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നൽകുന്ന ധൈര്യമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നൽകുന്ന സ്ഥൈര്യമാണ്. ലോകത്ത് ഏറ്റവും അധികം വിമോചനം സൃഷ്ടിച്ചിട്ടുള്ള അന്ധവിശ്വാസത്തിന്റെയും അനാചാരങ്ങളുടെയും ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിച്ച് സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിക്കുവാനുള്ള അവസ്ഥ സംജാതമാക്കുന്നതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിർവഹിച്ച അത്ര പങ്ക്
ഒരു സന്ദേശത്തിനും നിർവഹിക്കാൻ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത്, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ. തദീനു ലകുമുൽ അറബു വൽ അജം, അറബികളും അനറബികളും നിങ്ങൾക്ക് കീഴേ വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വെറും ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് മാത്രം പിടിച്ച് പരിചയമുള്ള, ലോകത്ത് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയിരുന്ന 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളെ, നിങ്ങളാണ് ലോകത്തിന്റെ ജേതാക്കളും നേതാക്കളും, നിങ്ങളാണ് മനുഷ്യരിലെ പ്രവാചകന്മാർ കഴിഞ്ഞാൽ അത്യുത്തമമായ ഒരു ജനത നിങ്ങളാണ്. കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും നല്ല സമുദായം എന്ന് പറയുന്ന റബ്ബിന്റെ പക്കൽ നിന്നുള്ള സർട്ടിഫിക്കറ്റിന് അവർ യോഗ്യരായത് ഈ സന്ദേശം അവരുടെ ജീവിതത്തിൽ പാലിച്ചത് കൊണ്ടാണ്. വിശുദ്ധ ഈ പെരുന്നാൾ നമ്മളോട് ചോദിക്കുന്ന ഏറ്റവും ഘനപ്പെട്ട കട്ടിയുള്ള ചോദ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സറിഞ്ഞ് പറയാൻ, അത് പ്രവർത്തിക്കാൻ, ജാരങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന പള്ളികളിലേക്ക് മടങ്ങാൻ, ജാരങ്ങളിൽ നിന്ന് അവിടെ പോയുള്ള വിളികളിൽ നിന്ന് റബ്ബിലേക്കുള്ള വിളി മാത്രമാക്കി അതിനെ മാറ്റാൻ, മുഹിയുദ്ദീൻ ശൈഖ് റഹിമഹുള്ളയെ വിളിക്കുന്നത് മാറ്റി റബ്ബിനെ മാത്രം വിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് വളരാൻ, ഉയരാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതുമായി മാത്രമേ നിങ്ങൾക്ക് വിജയം ലഭിക്കുകയുള്ളൂ എന്നാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന 4ാമത്തെ കാര്യം അതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അവർക്ക് അദ്ദേഹത്തോടുള്ള അടക്കാൻ കഴിയാത്ത വിദ്വേഷവും ശത്രുതയും അദ്ദേഹത്തെ കരിച്ചു കളയാവുന്ന ഒരവസ്ഥയിലേക്ക് വരെ അവരെ നയിച്ചു. തീക്കുണ്ടമുണ്ടാക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അതിലേക്ക് എറിഞ്ഞു. ആ സമയത്തും അദ്ദേഹം പറഞ്ഞത്, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു തആല മതി, എനിക്ക് അല്ലാഹു തആല മതി. തൗഹീദിന്റെ ഉജ്ജ്വലമായ പ്രഖ്യാപനമാണ്. ജീവിതത്തിന്റെ ഏതേത് ഘട്ടങ്ങളിൽ രോഗവും ദാരിദ്ര്യവും നമ്മളെ വരിഞ്ഞു മുറുക്കുമ്പോൾ, വ്യക്തി എന്ന നിലക്കും കുടുംബം എന്ന നിലക്കും സമൂഹം എന്ന നിലക്കും നമ്മൾ അനുഭവിക്കുന്ന ഒട്ടേറെ പ്രയാസങ്ങളുടെ ഈ പ്രയാസങ്ങളിലൊക്കെ എനിക്കെന്റെ റബ്ബ് മതി എന്ന് പറയാവുന്ന ഒരവസ്ഥയിലേക്ക് ഉയരാൻ സാധിച്ചാൽ, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നമ്മെ കയറ്റി അവിടെയുള്ള സകലമാന കത്രികകളും നമ്മുടെ ശരീരത്തിൽ മേഞ്ഞു നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു തആല മതി, അവൻ എന്റെ കൂടെയുണ്ട്, അവൻ എനിക്ക് സംരക്ഷണം നൽകും എന്ന് പറയാൻ നമുക്ക് പറ്റണം. ആ വിധം നമ്മുടെ ഈമാൻ സുദൃഢമാകുമ്പോഴാണ് ഈ പെരുന്നാൾ സ്വാർത്ഥകമാകുന്നത്, ഈ പെരുന്നാളിന്റെ ലക്ഷ്യം നമുക്ക് നേടാൻ പറ്റുന്നത് എന്നതാണ്. വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെയും തിരുവെളിച്ചത്തിൽ ഇക്കാര്യത്തെ നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം: പ്രതിസന്ധിയിൽ ഇളക്കം തട്ടാത്ത ഈമാനും പരിക്ക് പറ്റാത്ത കർമ്മവും അചഞ്ചലമായ തവക്കുലും ഉണ്ടെങ്കിൽ അവിചാരിതമായ മാർഗത്തിലൂടെ റബ്ബിന്റെ സഹായം നമുക്ക് ലഭിക്കും. ഹാജറയുടെയും ഇസ്മായിലിന്റെയും ഇബ്രാഹിമിന്റെയും അലൈഹിമുസ്സലാം അവിടെ ചരിത്രം അതാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ലാ ഇലാഹ ഇല്ലയുടെ മുമ്പിൽ ചെങ്കടൽ പോലും വഴിമാറിക്കൊടുത്ത ചരിത്രമുണ്ട്. ചെങ്കടലിന് പോലും തടഞ്ഞു നിർത്താൻ പറ്റാത്ത, നമ്രൂദിന്റെ തീക്കുണ്ടങ്ങൾക്ക് കരിച്ചു കളയാൻ പറ്റാത്ത, അബൂജഹലിന്റെയും ഖുറൈശി തമ്പുരാക്കന്മാരുടെയും മിന്നിത്തിളങ്ങുന്ന ഖഡ്ഗങ്ങൾക്ക് തളർത്താനോ തകർക്കാനോ കഴിയാത്ത ഉജ്ജ്വലമായ വിശ്വാസമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ഉറക്കെ പറയാൻ നമുക്ക് സാധിക്കണം. ഏത് പ്രതിസന്ധിയിലും ഉറച്ചു നിൽക്കാൻ സാധിക്കുന്ന കരുത്തു പകരുന്ന കാര്യമാണത്. ശൈബ് അബീ ത്വാലിബ് എന്ന് പറയുന്ന ചരിത്രം നമുക്കറിയാം. മക്കയിൽ ഈ ഒരു ആദർശം വിശ്വാസികൾ സ്വീകരിച്ചതിന്റെ പേരിൽ അവരെ ശത്രുക്കൾ ബഹിഷ്കരിച്ചു. 3 വർഷക്കാലം ഒരു മലഞ്ചെരുവിൽ പച്ചയില തിന്നുകൊണ്ട് അവർക്ക് ജീവിക്കേണ്ടി വന്നു. ചരിത്രം ഞാൻ ദീർഘമായി പറയുന്നില്ല. ഈ 3 വർഷക്കാലം വരത്തിലെ പച്ചയില തിന്ന് ഭക്ഷിച്ച ഈ സ്വഹാബികൾ ഒരാൾ പോലും തങ്ങളുടെ വിശ്വാസം വെടിഞ്ഞ് ഈ പ്രശ്നത്തിൽ നിന്ന് താൽക്കാലികമായി രക്ഷ കിട്ടാൻ പഴയ കാക്കകാരവന്മാർ പഠിപ്പിച്ച ശിർക്ക് ഖുറാഫാത്തിലേക്ക് തിരിച്ചു പോകാൻ ഒരു കുട്ടിയും തയ്യാറായില്ല. ഈ മരുഭൂമിയിൽ കിടന്ന്, ഈ മലഞ്ചെരുവിൽ കിടന്ന് അന്ത്യശ്വാസം വലിക്കുന്ന ഘട്ടമെത്തിയാലും ഞങ്ങളുടെ ജീവനേക്കാൾ ഏറെ ഞങ്ങൾ സ്നേഹിക്കുന്നത് ഈ ഒരു ആദർശത്തെയാണ്. ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരു ഭൗതിക ശക്തിക്കും സാധ്യമല്ല എന്ന് 3 വർഷക്കാലത്ത് അവിടെ ജീവിതം കൊണ്ട് അവർ തെളിയിച്ചു. ഇതാണ് നമ്മോടും പറയുന്നത്. എന്തേത് പ്രതിസന്ധി ഉണ്ടായാലും അവിടെ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം.
ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ ജീവിതത്തെ ഞാൻ ഒരു പുല്ലി വില പോലും കൽപ്പിക്കുന്നില്ലെന്ന് കർമ്മം കൊണ്ട് പ്രഖ്യാപിച്ച ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ ഒരു പുരുഷായുസ് മുഴുവനും സമ്പാദിച്ച സമ്പാദ്യങ്ങൾ മുഴുവനും പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് യഥരിബിന് നേരെ നടന്നു നീങ്ങിയ മഹാനായ സുഹൈബ് റൂമിയെ പോലെയുള്ള കഴിമരത്തെ സ്വാഗത ഗീതമോദിയ ഹുബൈബ് റളിയല്ലാഹു തആലയെ പോലെയുള്ള സുഗാഡംബരങ്ങളോട് വിട പറഞ്ഞ് പരുപരുത്ത ജീവിതം നയിച്ച് അവസാനം കഫം പുടവ പോലും പൂർണ്ണമായി ലഭ്യമല്ലാത്ത വിധത്തിൽ അതീവ സുഖസൗകര്യങ്ങളോട് ജീവിച്ച് പരമദരിദ്രനായി മരണപ്പെട്ടു പോയ മഹാനായ മുസ്അബ് റളിയല്ലാഹുവിനെ പോലെയുള്ള ആളുകളുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തണിയാൻ നമ്മൾ തയ്യാറായാൽ നമുക്ക് അനുഭവിക്കുന്ന ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നുവോ അവന്റെ ഏതേത് പ്രതിസന്ധിയിലും അവന് എന്തെങ്കിലും ഒരു രക്ഷാമാർഗം അള്ളാഹു തആല തുറന്നു തരും എന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അള്ളാഹു തആല നൽകിയ വാഗ്ദാനമാണ്. അള്ളാഹു തആല വാഗ്ദാനം ലംഘിക്കുന്നവനല്ല. വാഗ്ദാനം നൽകിയ ആ കാര്യം കിട്ടണമെങ്കിൽ അവൻ ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ആ നിബന്ധനകൾ നമ്മൾ പാലിച്ചാൽ അള്ളാഹു തആല അവന്റെ വാഗ്ദാനവും പാലിക്കും. ആ നിബന്ധനകളിൽ അതിപ്രധാനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് എനിക്ക് ആവർത്തിച്ച് പറയാനുള്ളത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അതിന്റെ സന്ദേശകരായി മാറുക. നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും വലിയ പരിഹാരം അതാണ്. ഇതിന്റെ സന്ദേശകരായി മാറുക. ഇന്ന് പാത്രങ്ങളിൽ മറ്റുമൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ഇപ്രാവശ്യത്തെ അറഫ പ്രസംഗം ലോകത്തെ 35 ഭാഷകളിൽ മൊഴിമാറ്റം നടത്തി അത് ലോകത്ത് മൊത്തം പ്രചരിപ്പിക്കുകയാണ്. ലോകത്ത് ഒന്നും മുസ്ലിങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. നമുക്ക് രഹസ്യ അജണ്ടകളില്ല. ഒന്നും മറച്ചു വെക്കാനുള്ള 35 ഭാഷകളിൽ അറഫ പ്രസംഗം അത് വിവർത്തനം ചെയ്ത് ലോകം മൊത്തം അത് പ്രചരിപ്പിക്കുകയാണ്. അതിൽ പറയുന്ന കാര്യമേ നമുക്കും പറയാനുള്ളൂ. തൗഹീദ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുക, ഭീകര വിരുദ്ധ വിധ്വംസക പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം ദൂരം പാലിക്കുക. ഇതാണ്. പക്ഷേ നമ്മളെ കുറിച്ച് ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് സ്വർഗത്തിന്റെ പേര് കേൾക്കുമ്പോൾ കണ്ണു തുളുമ്പിപ്പോകുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രം ന്യൂക്ലിയർ ആയുധങ്ങൾ സ്വന്തമാക്കിയാൽ നാം എന്ത് ചെയ്യും? അഥവാ മുസ്ലിങ്ങൾ സ്വർഗം കേൾക്കുമ്പോഴേക്ക് കണ്ണു നിറഞ്ഞ് ആ സ്വർഗത്തിൽ എനിക്ക് പോകണമെങ്കിൽ ഞാനൊരു അമുസ്ലിമിനെ വധിച്ചെങ്കിലേ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ എന്നതാണ് ഇസ്ലാം പറയുന്നത് എന്നാണ് ശത്രുക്കൾ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ ഒന്നുമില്ല. പ്രവാചകന്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ വധിക്കാൻ വന്ന ശത്രുവിനെ പോലും അദ്ദേഹത്തെ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വെറുതെ വിട്ട എത്രയോ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കൊന്നും കൊലവിളിച്ചും ഭീഷണിപ്പെടുത്തിയും ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയൊന്നും ഒരു പ്രസ്ഥാനത്തിനും നിലനിൽക്കുക സാധ്യമല്ല. ഇസ്ലാം ദേവി അള്ളാഹുവിന്റെ സന്ദേശമാണ്. മനസ്സറിയുന്നവൻ അള്ളാഹു തആലയാണ്. ഒരാളുടെ മനസ്സിനെ മാറ്റാൻ നിർബന്ധം ചൊലുത്തിയത് കൊണ്ട് സാധ്യമല്ല എന്നൊക്കെ കൃത്യമായി പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ തെളിയിക്കണം. എനിക്ക് അവസാനമായി സൂചിപ്പിക്കാനുള്ളത് ഉഖ്ബത്ത് ഇബ്നു നാഫിഅ എന്ന് പറയുന്ന പ്രമുഖനായ ഒരു താബിഈണ്ട്. ആഫ്രിക്കയിൽ ഇസ്ലാമിന്റെ പ്രസരണത്തിനും പ്രചാരണത്തിനും നായകത്വം വഹിച്ച വലിയൊരു താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറയുകയാണ്, വല്ലാഹി ലൗ അഅലമു അന്ന വറാഅ ഹാദൽ ബഹരി അർളൻ ലഖുൽതുൽ ബഹറ ബിഫറസി ഹത്താ ഉഇലി അലൈഹാ കലിമത ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ സമുദ്രത്തിനപ്പുറത്തും ഒരു രാജ്യമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ കുതിരയുമായി ഈ സമുദ്രത്തിൽ ഊളിയിട്ട് ഞാൻ ആ ഗ്രാമത്തിലെത്തി അവിടെ പോയി ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറയും എന്ന് പറഞ്ഞിട്ടുള്ള ദഅവത്ത് എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള ഉഖ്ബത്ത് ഇബ്നു നാഫി റഹിമഹുള്ളയെ പോലെ അദ്ദേഹത്തിന്റെ അനുചരന്മാരായി മാറാൻ, ആ ഒരു മാതൃക ജീവിതത്തിൽ പിൻപറ്റാൻ നമ്മൾ എന്ന് ആത്മാർത്ഥമായി സന്നദ്ധരാകുന്നുവോ അന്ന് അവസാനിക്കും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം. അതിന് നമ്മൾ സന്നദ്ധരാണോ എന്നതാണ് ചോദ്യം. അതിന് ഉണ്ട് എന്ന് ഉത്തരം പറയാൻ ഈ ഒരു ഈദുൽ അദ്ഹ നമുക്ക് പ്രചോദനവും പ്രേരണയുമേകണം. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ലോകത്ത് ഏറെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന
ഒരുപാട് ആളുകളുണ്ട്. ശിഷ്യ നമ്മുടെ ഫലസ്തീനിലെ സഹോദരങ്ങൾ പതിറ്റാണ്ടുകളായി 70-ലേറെ ഏകദേശം 80 വർഷത്തോളമായി 80-ന്റെ അടുത്തായി ഫലസ്തീനികൾ ജന്മനാട്ടിൽ വിദേശികളെ പോലെയല്ല, ഒരു തടവ് പുള്ളിക്ക് പോലും ലഭിക്കാത്ത വിധത്തിലുള്ള ആ വിധത്തിൽ ഒരു ആനുകൂല്യവും ലഭിക്കാത്ത ഒരു ജന്മനാട്, ഒരു തുറന്നിട്ട ജയിലായി മാറുന്ന, ഒരിടത്തും രക്ഷയില്ലാത്ത ഹോസ്പിറ്റലുകളോ വിദ്യാലയങ്ങളോ കലാലയങ്ങളോ ഒന്നുമില്ലാത്ത, ഒരു രക്ഷയുമില്ലാത്ത പട്ടിണി പാവങ്ങളായി മാറി അക്ഷരാർത്ഥത്തിൽ പട്ടിണിക്കിട്ടുകൊള്ളുക. ചെറിയ കുട്ടികളെ വരെ അവർ പട്ടിണി മരണത്തിന്റെ 100 കണക്കിന് കുട്ടികൾ പട്ടിണി കടന്ന് മരണത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദിനപത്രങ്ങൾ വായിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഞാനത് വിശദമായി പറയേണ്ടതില്ല. ഇത്രമേൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു ജനതയായി അവർ മാറിയിട്ടുണ്ട്. അതവർക്കുള്ള മാത്രമുള്ള പരീക്ഷണമല്ല, സുഭിക്ഷമായി 5-4 നേരമൊക്കെ ഭക്ഷണം കഴിക്കുന്ന നമുക്ക് കൂടെയുള്ള പരീക്ഷണമാണ്. അതുകൊണ്ട് ആ സഹോദരങ്ങളെ മറന്നുകൊണ്ട് ഒരു പെരുന്നാൾ ആഘോഷിക്കുവാൻ നമുക്ക് സാധ്യമല്ല. ആ സഹോദരങ്ങളുടെ ദുരിതങ്ങൾ അതിന് ദൂരീകരിക്കാൻ ആത്മാർത്ഥമായി ഈ സന്ദർഭത്തിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങി വരാൻ എല്ലാവരും തയ്യാറായി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്ത് അബ്ദുള്ളയും മുസ്ലിമുമായി ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ ജൂതൻ എന്നല്ല, അതിന്റെ മേലെയുള്ള ഏത് കൊടിയ ശത്രു വന്നാലും, സാക്ഷാൽ ദജ്ജാൽ വരെ വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പണിയെടുക്കുകയും അതിന്റെ പ്രചാരകരായി മാറുകയും ചെയ്യുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പെരുന്നാൾ സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി നിർവഹിച്ചിട്ടുള്ള ഒരു ഇബാദത്ത് കൂടിയാണ് ദാനധർമ്മം. അത് പെരുന്നാളിന്റെ ഭാഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുള്ളതാണ്. സാധുക്കൾക്ക് നൽകാനും അഗതികളെ സഹായിക്കാൻ ദഅവ മേഖലകളിൽ സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്തുവാൻ ഈ ഒരു പെരുന്നാൾ സുദിനം വരെ അതിനുള്ള സദഖയുടെ സമാഹാരത്തിനുള്ള വേദിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തിയതായി കാണാം. ആ പ്രത്യേകമായ ചര്യയും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. അത് ആഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതേറെ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഉപദേശിക്കുകയും ചെയ്യുകയാണ്. ദീനി വൃത്തത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ആഘോഷങ്ങളെ ഉണ്ടാകൂ. പടക്കം പൊട്ടിക്കുക പോലെയുള്ള കാശ് കത്തിച്ചു കളയുന്ന രീതിയിലുള്ള മറ്റു ഇതര മത വിഭാഗങ്ങളുടെ രീതിയിലുള്ള ആഘോഷങ്ങളിലേക്ക് ഒരു നിലക്കും നമ്മുടെ മക്കളോ നമ്മളോ അതിൽ ഇടപെടാൻ പാടില്ല. ആഘോഷവേളകളല്ലാത്ത ദിവസങ്ങളിൽ എന്തൊക്കെ ഹറാമാണോ അതൊക്കെ ആഘോഷവേളയിലും ഹറാമ് തന്നെയാണ്. ആഘോഷവേളയിൽ മുമ്പ് ഹറാമായൊരു കാര്യം ഇന്നത് ഹലാലാകുന്നില്ല. ഹലാൽ എന്നും ഹലാലാണ്, ഹറാം എന്നും ഹറാമാണ്. അത് ആഘോഷവേള അല്ലാത്ത വേള എന്ന വ്യത്യാസമില്ല എന്ന കാര്യം സജീവമായി നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. കുടുംബ ബന്ധം പാലിക്കാൻ ശ്രദ്ധിക്കണം. ഹലോ വിളികളിൽ ബന്ധങ്ങൾ ഒതുക്കരുത്. നേരിട്ട് സന്ദർശിക്കണം. രോഗിയായി കിടക്കുന്ന ആളുകളെ പോയി സന്ദർശിക്കണം. അവിടെ കൂടെ അല്പനേരം വിനിയോഗിക്കാൻ സമയം കണ്ടെത്തണം. അവരെയും ഈ സന്തോഷത്തിൽ പങ്കുചേരാക്കാൻ, പങ്കാളികളാക്കാൻ നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക അതെല്ലാം ചെയ്യണം. അവരുടെ കൂടെ ആഘോഷമാക്കി ഇതിനെ മാറ്റാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളെല്ലാം യഥാവിധി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ബലിപെരുന്നാൾ അവന്റെ വിധിയും വിലക്കുകളൊക്കെ ശ്രദ്ധിച്ച് ആഘോഷിക്കുന്ന ബോധമുള്ള വിശ്വാസികളിൽ നമ്മളെ അല്ലാഹു തആല ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഈ ആഘോഷവേളകളിൽ അവന്റെ വിധി വിലക്കുകളനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആളുകളുടെ കഷ്ടപ്പാടുകൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അവിടെ പ്രയാസങ്ങൾക്ക് അല്ലാഹു തആല അറുതി നൽകുമാറാകട്ടെ. സമാധാനം നിറഞ്ഞൊരു അന്തരീക്ഷത്തിൽ ജീവിക്കുവാനും ഇതുപോലെ പെരുന്നാൾ ആഘോഷിക്കുവാനുമുള്ള സന്ദർഭം അല്ലാഹു തആല അവർക്ക് ഏവർക്കും ഒരുക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم أحينا على الكتاب والسنة ومتنا مع الإيمان والتوبة يا أرحم الراحمين.